കോട്ടയത്തിന് പിന്നാലെ പാലായിലും കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാലിനായി ഫ്ലക്സ് ബോർഡ്. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം, പഴയ ബസ് സ്റ്റാൻഡ്, കൊട്ടാരമറ്റം സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ ഫ്ലക്സ് ഉയർന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഈ ഫ്ലക്സ് യുദ്ധത്തിന് ഒരു അവസാനവുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വിവിധ ഇടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ പാലായിലടക്കം ഫ്ലക്സ് ബോർഡ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഫ്ലക്സിന് പിന്നിലെ രാഷ്ട്രീയം? രാഗി, വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല അനുകൂലികൾ തമ്മിലുള്ള പക്ഷപാതം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ തുറന്ന യുദ്ധം, ഫ്ലക്സ് പോര് കോട്ടയത്ത് മുറുകുകയാണ് എന്നുള്ളതാണ് ഈ 2 ദിവസങ്ങളിലായി കാണുന്ന ചിത്രം. കോട്ടയം നഗരത്തിൽ ഇന്നലെ ഗാന്ധി സ്ക്വയറിന് സമീപം കെ.സി. വേണുഗോപാലിൻ്റെ ഫ്ലക്സ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല അനുകൂലികൾ എന്ന് നമുക്ക് പറയാവുന്ന വിധം കെ.സിയുടെ എതിർപക്ഷക്കാർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിൽ രാത്രിയിൽ തന്നെ സ്ഥാപിച്ച കെ.സി. വേണുഗോപാലിൻ്റെ ഫ്ലക്സ് അതിൽ രാവിലെ കരിയോയിൽ ഒഴിച്ചു. കെ.സി. പക്ഷക്കാർ അതെടുത്ത് മാറ്റുകയും ചെയ്തു. ഇന്ന് ഇപ്പോൾ രാവിലെ കൊട്ടാരമറ്റം സ്റ്റാൻഡ്, പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം, പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ വ്യാപകമായാണ് കെ.സി. വേണുഗോപാലിൻ്റെ അനുകൂലികൾ ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അശ്വമേധം കെ.സി. വേണുഗോപാൽ നയിക്കട്ടെ, കേരളം കെ.സി. നയിക്കട്ടെ തുടങ്ങിയ വാചകങ്ങളാണ് പടുകൂറ്റൻ ഫ്ലക്സിൽ കെ.സി. വേണുഗോപാലിൻ്റെ ചിത്രത്തിനൊപ്പം എഴുതി ചേർത്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ വ്യാപകമായി തന്നെ കെ.സി. വേണുഗോപാലിൻ്റെ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കെ.സി. വേണുഗോപാലിൻ്റെ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, വിരുദ്ധ ചേരിയിലുള്ളവർ, അത് രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ പക്ഷക്കാർ എന്ന് നമുക്ക് അനുമാനിക്കാവുന്ന വിധം ആ ഫ്ലക്സുകൾ നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ കെ.സി. വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പരസ്യമായി തുറന്നു പറയുന്ന വിധം ആ ഫ്ലക്സുകൾ കരിയോയിൽ ഒഴിക്കുന്ന കാഴ്ചയും കോട്ടയത്ത് നിന്ന് ഇന്നലെ കണ്ടു എന്നുള്ളതാണ്. ഈ 3 പക്ഷക്കാർ ചേരിതിരിഞ്ഞുള്ള ആ തമ്മിലടി എത്രത്തോളം രൂക്ഷമാണ് കോട്ടയത്ത് എന്ന് വ്യക്തമാകുന്നത്. കോട്ടയത്ത് 9 സീറ്റും UDF ആണ് നേടിയത്. കോൺഗ്രസിന് വലിയ വിജയം കോട്ടയം സമ്മാനിച്ചതാണ്. പക്ഷേ ആ ഒരു സമയത്തും ഈ 3 ചേരിയിലുള്ള ആളുകൾ തമ്മിൽ, അവരുടെ പ്രവർത്തകർ തമ്മിൽ ആ വിഭാഗീയത കോട്ടയത്ത് രൂക്ഷമായി നിലനിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നതാണ്. ഈ ഫ്ലക്സ് യുദ്ധവും ഫ്ലക്സുകൾ നശിപ്പിക്കുന്ന ആ സമീപനവും ആ 3 ചേരിയിലുള്ള 3 പക്ഷക്കാർ തമ്മിലുള്ള ആ ഗ്രൂപ്പിസം ശക്തമാകുന്ന കാഴ്ച കോട്ടയത്ത് നിന്ന് കാണുന്നത്. കോട്ടയത്തിന് പിന്നാലെ പാലായിലും കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാലിനായി ഫ്ലക്സ് ബോർഡുകൾ. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം, പഴയ ബസ് സ്റ്റാൻഡ്, കൊട്ടാരമറ്റം സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ ഫ്ലക്സുകൾ ഉയർന്നത്. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.